കസിൻ ചങ്സ് അല്ലേ? അപ്പോൾ ഇതെന്താണ് ഇന്ന് വീഡിയോ എടുക്കണേന്നല്ലേ? നമ്മൾ ഓണത്തിന് എല്ലാവരും കൂടി അവപ്പോൾ ഒരുങ്ങണയൊക്കെ ഉള്ള എൻ്റെ ചിരി. അതുകൊണ്ട് മാത്രമല്ല ഇന്ന് നമ്മൾ വേളയിലേക്ക് ഒരു യാത്ര കുറച്ച് കറങ്ങണം. അപ്പം അത് ഇതിലോട്ട് ഇടുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക. പറ എന്തായാലും ഒരു ഇന്റർവ്യൂ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഓണക്കോടിയുള്ളത്. ഇതാണ് എൻ്റെ ഓണക്കോടി അല്ല, എന്നാൽ ഞാൻ ഇടുന്നത് ഇതാണ്. ഇതിൻ്റെ ഓണക്കോടിയാണ്. നമുക്ക് ഓണക്കോടി ഒന്ന് നല്ലോണം കണ്ടിട്ട് വരാം കേട്ടോ. ജസ്റ്റ് ഇതാണ് എൻ്റെ ഓണക്കോടി. കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ ഓണക്കോടി. അപ്പൊ അവര് ഷൂവും ചെരുപ്പിട്ടോ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല. നമ്മളെ പെട്ടെന്ന് തന്നെ വന്ന് ചെരുപ്പൊക്കെ കേട്ടോ, കാണാൻ പറ്റിയെന്ന് അറിഞ്ഞൂടാ. രണ്ടും കൂടെ ചിരിച്ചു കളിച്ചെന്ന് പറഞ്ഞാ കണ്ടോ, വീണ്ടും പോയിരിക്കുന്നു. രണ്ടും എപ്പോഴും അവരൊക്കെ ഇവിടെ താനും ചെരുപ്പൊക്കെ ഇടുന്നല്ല. അപ്പൊ ഞാനാണ് വീഡിയോ എടുക്കണത്. നമ്മുടെ അപ്പാപ്പന്റെ അമ്മമ്മയുടെ വീടാണ്. ഇവിടെ കൂടാറുണ്ട്. അതെ, ഇവിടെയാണ് നമ്മള് ഇതല്ലേ സ്ഥലം. വീഡിയോ നമ്മളിവിടെ തുടങ്ങി. നീ പിടിച്ചോ, വല്ല കുഴപ്പമുണ്ടെങ്കിൽ പറയണം. നമ്മള് എല്ലാരും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യണം. നമ്മളെല്ലാരും ഇവിടെ റെഡിയായി നിന്നിട്ട് എല്ലാരും അടിച്ചു കയറുന്ന ലൈക്ക് അടിക്കേ. ലൈക്ക് മാത്രമല്ല സബ്സ്ക്രൈബ് എല്ലാം കണ്ടല്ലോ. വേറെയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ തണലത്തൂടെ വരെയാണ്. അപ്പൊ അവരൊക്കെ ഒരുങ്ങണേ ഉള്ളൂ. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് വേണം കേട്ടോ. ഹലോ, അപ്പൊ നമ്മളെല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മള് കടലില് പോയോ? പോയിട്ടാണ് ഇവിടെ ഐസ്ക്രീമും കുടിച്ചോട്ടോ. അതൊന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അതുപോലെ തന്നെ വെയിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വരാനാണ് നോക്കിയത്. അതുകൊണ്ട് എടുക്കാൻ പറ്റും. ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്, കണ്ടോ, ചാഞ്ഞ്. ഇനി നമുക്ക് പിന്നീട് കാണാം. നമ്മൾ ഊരിയനാട് കാണാൻ പറ്റില്ല, ഭയങ്കര വെയില്. അമ്പാടി നോക്കുന്നു, അമ്പാടി ഇനി ആടിക്കോളും. ഫോട്ടോയൊക്കെ ഉണ്ടല്ലോ. ചേച്ചി അയ്യോ പച്ചച്ചേരുപ്പ് അവളെടുക്കാത്ത അപ്പൊ എല്ലാരും ആടിയൊക്കെ കഴിഞ്ഞ് തല കറങ്ങി വയ്യ. എന്റെ തലയൊക്കെ ചുറ്റണം കേട്ടോ ഗൈസ്. അപ്പൊ ഇത് പാർക്കാണ് കേട്ടോ. ഇവിടെയൊക്കെ പാർക്കാണ് കേട്ടോ. അവര് പോയി. എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഒരു താല്പര്യം. അപ്പൊ ഇത് നമുക്ക് അവരെ കാണാം കേട്ടോ ഗൈസ്. അത് അവരാണ് കേട്ടോ. നമ്മളിങ്ങനെ ആടുന്നോണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അവർ രണ്ടാരും കൂടി ഇരുന്ന് ആടെയാണ്. നമ്മളെടുക്കണ കണക്കാണ് വെച്ചേക്കുന്നത്. അവരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഗൈസ്. വേറെ ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അവർ രണ്ടുപേരാണ് കേട്ടോ. ഒത്താൻ ഇരിക്കുന്നുണ്ട്. ആ മഞ്ഞ ഉടുപ്പോ പച്ച ഉടുപ്പോ കേട്ടോ. ഒരാള് അവൻ ആട്ടി കൊടുക്കുന്നുണ്ട്. അവൻ ആടാൻ പറ്റുന്നില്ല, എത്തുന്നില്ല. അവള് എങ്ങോട്ടൊക്കെയാ ആട്ടുന്നത്?
വേറെ കുറെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ഊഞ്ഞാലിരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയാളും കയറി അവർ കളിക്കുകയാണ്. എനിക്ക് താല്പര്യമില്ല ഊഞ്ഞാലോടെ. നീ പോണെങ്കിൽ അവിടെ പോയി കളിച്ചോ. അയ്യോ അവിടെ കളം കയറി അല്ലെങ്കിൽ അവിടോട്ട് പോയേ. നമുക്ക് അവിടെ ചിന്തിക്കാം. നമുക്ക് അല്ലാതെ എനിക്കൊരു മാർഗവും ഇല്ല. നമ്മളിപ്പോൾ അമ്മാടി ആട്ടും ഞാൻ വീഡിയോ എടുക്കട്ടാ. അപ്പോൾ നമുക്ക് ആടിയിട്ട് കാണാൻ. ഒരാടാണ്. അപ്പം അവർ കയറിയിട്ടുണ്ട്. അവർ അമ്മോണ് ആട്ടുന്ന കേട്ടോ. അങ്ങ് വിട്ടാൽ മതിയോ ഒരു കൈ വെച്ച് ഉണ്ട് ആട്ടേനെ. നമുക്ക് ആട്ടിയിട്ട് കാണാവേ. ഇപ്പം ഇവിടെ വേറൊരാളും കൂടെ ഉണ്ട്. അപ്പം അവരെയൊക്കെ ആട്ടയാണ് കേട്ടോ. അപ്പം നമ്മളെ പോകണം. അവ അതുകൊണ്ട് ആ തണലിട്ട് വന്നിരിക്കുക. അല്ലെങ്കിൽ തണല് എങ്കിൽ ഒക്കെ അവിടെ ഇരിക്കാം കേട്ടോ. നമ്മളപ്പോൾ എല്ലാവരും അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എവിടെ പോകണമെന്ന് അറിയുന്നില്ല. ഇനി കടലിൽ പോവുമായിരിക്കും അല്ലേ? വെയിൽ തണുത്തിട്ട് കടലിൽ സൂര്യാസ്തമയം കാണാം. എന്നിട്ട് വേറെ എവിടെ മീനിൻ്റെ അവിടെ എന്താ പോകണമെന്നൊക്കെ പറയണേ. ചിലപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറും. പിന്നെന്താ പറയുക, ഭയങ്കര ആളാണ് ഇവിടെ. അതുകൊണ്ട് അപ്പം അവര് ഫോണ് പോയി മേടിച്ചിട്ട് വരും. അപ്പം നമുക്ക് അവള് വന്നിട്ടാണ് കേട്ടോ. അപ്പം അമ്മു ആടാൻ പോയിട്ടുണ്ട് കേട്ടോ. അവളിരുന്ന് ആടുകയാണ്. ഒറ്റയ്ക്കിരുന്ന് ആടുകയാണ് കേട്ടോ. അപ്പം അവരാടി ലാവണ്യതാ ഇവിടെ നിന്ന് വരുന്നതാണ്. അപ്പം അവരവിടെ നിന്ന് ആട്ടുന്നു ഗൈസ്.